ഈ 5 പേര് സ്വർഗ്ഗത്തിൽ കടന്നിട്ട് മറ്റാരും സ്വർഗ്ഗത്തിൽ പോകൂ എന്നാണ് ഷിയാ വിശ്വാസം. സാക്ഷാ റഹ്മത്തുള്ളാഹി ഖാസിമി തന്നെ അത് പ്രസംഗിക്കുന്ന ആ ഒരു അസ്ഹാബുൽ അബാ വൽ കസാ എന്നാൽ 5 ആളുകളാണ്. അവർ സ്വർഗ്ഗത്തിൽ കടന്നിട്ട് വേറെ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂ. ഇതാണ് അസ്ഹാബുൽ അബാ വൽ കഫാ ഷിയാക്കളുടെ പ്രയോഗമാണത്. മാത്രമല്ല ഷിയാക്കൾ അവിടെ പഞ്ചദൈവങ്ങളായി കാണുന്ന 1 മുഹമ്മദ് നബി, 2 അലി നബി ത്വാലിബ്, 3 ഫാത്തിമ, 4 ഹസൻ, 5 ഹുസൈൻ, ഈ 5 പേര് സ്വർഗ്ഗത്തിൽ കടന്നിട്ട് മറ്റാരും സ്വർഗ്ഗത്തിൽ പോകൂ എന്നാണ് ഷിയാ വിശ്വാസം. ഈ 5 ആള് കടക്കാതെ ഒരാളും സ്വർഗ്ഗത്തിൽ പോകില്ല. ഈ 5 ആള് പിന്നാലെയല്ലാതെ ആർക്കും പോകാൻ കഴിയില്ല എന്ന ഷിയാ വിശ്വാസത്തെ സാക്ഷാ റഹ്മത്തുള്ളാഹി ഖാസിമി തന്നെ അത് പ്രസംഗിക്കുന്ന ആ ഒരു രംഗം കൂടി സഹോദരന്മാരെ കാണാൻ നമുക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. മുഹറം 1 മുതൽ 10 വരെ കഴിയുന്ന ആളുകളെല്ലാം ബഹുമാനപ്പെട്ട അസ്ഹാബുൽ അബാ വൽ കസാഇന്റെ സമയമാണ് ഈ സമയം. അസ്ഹാബുൽ അബാ വൽ കസാഇൽപ്പെട്ട 5ാമത്തെ ആളെ ശത്രുക്കൾ കൊന്ന സമയമാണ് മുഹറം 10. അസ്ഹാബുൽ അബാ വൽ കസാ എന്നാൽ 5 ആളുകളാണ്. അവർ സ്വർഗ്ഗത്തിൽ കടന്നിട്ട് വേറെ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂ. സ്വർഗ്ഗത്തിൽ ആദ്യം കടക്കാൻ 5 ആളാണ്. 1 മുത്ത് മുഹമ്മദ് മുസ്തഫ, 1 സയ്യിദുനാ അലി, 1 സയ്യിദത്തുനാ ഉമ്മുനാ ഫാത്തിമ, 1 സയ്യിദുനാ ഹസൻ, 1 സയ്യിദുനാ ഹുസൈൻ. ഇവർ അസ്ഹാബുൽ അബാ വൽ കസാ ആണ്. ബഹുമാനപ്പെട്ട തുർപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരി ജീവിതം അല്ലാഹു മർക്കദഹു. അപ്പോൾ ഇതാണ് അസ്ഹാബുൽ അബാ വൽ കഫാ ഷിയാക്കളുടെ പ്രയോഗമാണത്. ഈ 5 പേര് സ്വർഗ്ഗത്തിൽ കടന്നിട്ടേ മറ്റാരും കടക്കൂ. അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 പേര് കടക്കാതെ ഒരാൾ സ്വർഗ്ഗത്തിൽ പോകില്ല. ആ 5 ആളുടെ മൗലിദ് കഴിക്കണം, ആണ്ട് കഴിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. മുഹറം 1 മുതൽ 10 വരെ അതിൽ 5ാമൻ കൊല്ലപ്പെട്ട മുഹറം 10 ശേഷം അദ്ദേഹം പറയുന്നുണ്ട്. അത് ഷിയാ വിശ്വാസമാണ്. ഷിയാക്കൾ പാടുന്നു, എനിക്ക് 5 പേരുണ്ട് സുരക്ഷക്കായിക്കൊണ്ട്. ആ 5 ആളെ കൊണ്ട് തകർത്ത് കളയുന്ന നരകാഗ്നിയെ കെടുത്തിക്കളയാൻ എനിക്ക് 5 ആള് മതി. ആരാ? 1 അൽ മുസ്തഫ വൽ മുർത്തല, മുസ്തഫയും മുർത്തലയും. മുർത്തല അലി, അവൻ 2 മക്കളും ഹസൻ, ഹുസൈൻ, ഫാത്തിമ, ഫാത്തിമയും. ഈ 5 ആളിലേക്കാണ് ഇപ്പോ റഹ്മത്തുള്ളാഹി ഖാസിമി തീജാനി ത്വരീഖത്തിന്റെ മറവിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്.